പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും ഹാവൻസ് ഓഫ് ഫ്ലേവറിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്ന വളരെ രുചികരമായ ഒരു ചെമ്മീൻ റോസ്റ്റാണ്. അതിന് നമുക്ക് ആവശ്യമായത് ചെറിയുള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, ഒരു തക്കാളി, കറിവേപ്പില മുതലായവയാണ്. ആദ്യം തന്നെ നമുക്ക് ചെമ്മീനൊന്ന് വേവിച്ചെടുക്കാം. അതിൽ വെള്ളമൊന്നും ഒഴിക്കാതെ കൊടംപുള്ളി ഇട്ട് നമുക്കതൊന്ന് നല്ല രീതിയിൽ പറ്റിച്ച് വേവിക്കാം. അതിനുശേഷം നമ്മളൊരു പാൻ വെച്ച് അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് വെച്ചിരിക്കുന്ന ചെറിയുള്ളി, വെളുത്തുള്ളി, പച്ചമുളക് എന്നിവ ചേർത്ത് നല്ല രീതിയിൽ നമുക്കൊന്ന് സോട്ടാക്കി എടുക്കാം. അതൊരു ഹാഫ് പച്ചമണമൊക്കെ പോയി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചെമ്മീൻ അതിലേക്ക് ഇറക്കിയിടാം. അതിനുശേഷം അത് ഉള്ളിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമുളകിൻ്റെയൊക്കെ ഒപ്പം തന്നെ അതൊന്ന് ചെറിയ രീതിയിൽ നമുക്കതൊന്ന് ഡ്രൈ ആയി എടുക്കാം. ചെമ്മീൻ്റെ വെള്ളം ഒന്ന് വലിഞ്ഞ് ഒരു ചെറിയ രീതിയിൽ അതിനൊരു മുറിവ് കിട്ടുന്നത് വരെ നമുക്ക് അത് നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ കൂടുതൽ ടേസ്റ്റി ആകും. ചെമ്മീൻ കറിക്ക് കുറച്ചും കൂടി ടേസ്റ്റ് വരാൻ കാരണമാകും. അതിനുശേഷം നമുക്കൊരല്പം മഞ്ഞൾപ്പൊടിയും പിന്നീട് അതിലേക്ക് 2 സ്പൂൺ ചതച്ച മുളക് പൊടിയും ചേർക്കാം. എനിക്കിവിടെ ചതച്ച മുളക് പൊടി ഇല്ലാത്തത് കൊണ്ട് ഞാൻ പിരിയമുളകും സാധാ മുളക് പൊടിയാണ് ഇപ്പോൾ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ അടുത്ത് ചതച്ച മുളക് പൊടി ഉണ്ടെങ്കിൽ അത് തന്നെ ഇട്ട് കൊടുക്കുക. കറിക്ക് കൂടുതൽ ടേസ്റ്റ് ആകും. നിങ്ങൾ ഒരിക്കലെങ്കിലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. പിന്നെ നിങ്ങൾ എപ്പോഴും ഇങ്ങനെ തന്നെ ഉണ്ടാക്കി നോക്കും. കാരണം അത്ര ടേസ്റ്റാണ് ഈ കറിക്ക്. അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും ചേർത്ത് അത് നല്ല രീതിയിലൊന്ന് ഉടച്ച് അതിൻ്റെ ഒപ്പം യോജിപ്പിക്കാം. അത് നല്ല ഓരോ ചെമ്മീനിലും നല്ല പേസ്റ്റ് പോലെ നല്ല ഗ്രേവി ആയിട്ട് തിക്കായിട്ടിരിക്കുന്ന രീതിയിൽ ഈ ചെമ്മീൻ ആയി വരും. നല്ല രീതിയിലൊന്ന് ഉടച്ച് വേവിച്ച് നമുക്കതിൽ നിന്ന് എടുക്കാം. അതിൻ്റെ മുളക് പൊടിയുടെ പച്ചമണമൊക്കെ മാറി നല്ല രീതിയിൽ നമുക്കതൊന്ന് ഉടച്ച് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ കറി നമുക്കിവിടെ റെഡി ആയിട്ടുണ്ട്. ഈ പാത്രം തന്നെ, ഈ പാൻ തന്നെ നമുക്ക് ഉപയോഗിച്ച് അതിൽ നമുക്ക് അല്പം ചോറൊക്കെ ഇട്ട് കഴിച്ച് തന്നെ ഭയങ്കര ടേസ്റ്റാണ്. നിങ്ങൾ ഒരിക്കലെങ്കിലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി വേണം. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായാണ് കാണുമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഇത് നമുക്ക് വളരെ രുചികരമായ ഒരു ചെമ്മീൻ റോസ്റ്റ് ഇവിടെ നമുക്ക് റെഡി ആയിരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായി കാണാം.